ബംഗ്ലാദേശ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു 2024-ലേത്. ഇപ്പോഴിതാ ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന ഉത്തരവാദി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണെന്ന് ആരോപിച്ച് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഷെയ്ഖ് ഹസീനയെ വിട്ടുതരില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതുവരെ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹസീനയെ വിട്ടുകൊടുത്താൽ ബംഗ്ലാദേശിൽ വീണ്ടും ഒരു വലിയ കലാപം കൂടെ നടക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രമേ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയുള്ളൂ. അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുന്നതിന് മുൻപായി രാജ്യ തലസ്ഥാനമായ ധാക്കയിൽ അരങ്ങേറിയ പ്രക്ഷോഭങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് പോയ ഇന്ത്യയുടെ ആർച്ചറി സംഘം. പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുൾപ്പെടെയുള്ള ടീമാണ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ പെട്ടുകിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നതിനായി ധാക്ക വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം വൈകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ സമയം തെരുവിൽ ഷെയ്ഖ് ഹസീന അനുകൂലികളുടെ പ്രകടനം നടക്കുകയായിരുന്നു. സംഘം പുലർച്ചെ 2 മണിവരെ തുടർന്നുവെങ്കിലും വളരെ വൈകിയാണ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം അറിയുന്നത്. അപ്പോഴേക്കും പുറത്ത് കനത്ത പ്രക്ഷോഭം അരങ്ങേറി. ഈ സാഹചര്യത്തിൽ സംഘാടകർക്കെതിരെ താരങ്ങൾ ആഞ്ഞടിച്ചിരിക്കുകയാണ്. വിമാനം റദ്ദാക്കി പുറത്ത് കലാപങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം. ആ സമയം എങ്ങനെയാണ് ജനാലകൾ പോലുമില്ലാത്ത ലോക്കൽ ബസ്സിൽ അവരെ കയറ്റിവിട്ടത്? ആരായാലും ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. എന്നാൽ ഇതിന് ഉത്തരവാദികൾ നമ്മുടെ സർക്കാർ തന്നെയല്ലേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോയവരെ തിരികെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കേന്ദ്ര സർക്കാരിനല്ലേ? എന്നാൽ അത് നമ്മുടെ സർക്കാർ ചെയ്തില്ല. അവരുടെ സ്വന്തം ചിലവിൽ വലിയ തുക നൽകി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് അവർ നാട്ടിലേക്ക് എത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിച്ചാൽ മാത്രം പോരാ, അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. കൂടാതെ ഫെഡറേഷൻ ഇതുവരെ ഒരു നഷ്ടപരിഹാരവും നൽകിയിട്ടില്ലെന്നും താരങ്ങൾ ആരോപിക്കുന്നുണ്ട്.